ഞാൻ കേട്ടിട്ടുള്ള ആനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആനകളിൽ ഇവിടുന്ന് മണ്ണിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ തലക്കെട്ട് ആനയുടെ മുഖത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആന വേറെ മറ്റു ശല്യങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് നമ്മളെ രീതിയിൽ കൈകാര്യം ചെയ്ത് ആന നല്ല സ്വതയായിട്ട് നമ്മളിവിടെ നിൽക്കും. അത് പ്രത്യേകിച്ച് വേറെ അതൊന്നുമില്ല. ആനയ്ക്ക് അത്ര മുഷിഞ്ഞ് എഴുന്നള്ളിക്കുന്നതിനും ആനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തലക്കെട്ട് വെച്ച് ഭഗവാനെ കയറ്റി എഴുന്നള്ളിക്കുമ്പോഴാണെങ്കിൽ ആന നല്ല സന്തോഷവാനായി നല്ല ഇതായിട്ട് നിൽക്കും. സ്വഭാവം കൊണ്ട് ആന വേറെ മറ്റ് ശല്യമൊന്നുമില്ല. 2 പേർക്ക് ആന ചട്ടമാവും. 2 പേര് ഒരാൾക്കാണ് നല്ല കണ്ടീഷനായിട്ട് നിൽക്കുന്നത്. നോക്കിക്കൊണ്ട് നല്ല വലിയ ശല്യമായിട്ടൊന്നുമില്ല. ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ചിട്ടവട്ടമുള്ള ആനയാണ്. നീര് കഴിഞ്ഞ് ആന അഴിച്ചു കഴിഞ്ഞാൽ 2 പേര് അഴിക്കും. 2 പേർക്ക് നവഭദ്രമാണ്. വേറെ മറ്റു ശല്യമൊന്നുമില്ല. എഴുന്നള്ളപ്പിനും മറ്റുള്ള കാര്യത്തിനും വലിയ ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല. നല്ല 5 പൈസയ്ക്കൊന്നും വേറെ ശല്യമൊന്നുമില്ല. അരച്ചിട്ടൊന്നുമില്ല. നല്ല ശബരിമല ഇപ്പം 5ാമത്തെ പ്രാവശ്യം അതിന് പോകുന്നത്. 5 പ്രാവശ്യം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇടുമ്പോൾ പറഞ്ഞാൽ അവിടെ നല്ലൊരു കെട്ട് മുറുക്കുമ്പം മറ്റേ ശൂലംകുത്തിനൊക്കെ മറ്റേ തുള്ളാൻ വേണ്ടിക്ക് നിൽക്കുന്നതൊക്കെയുള്ള കെട്ട് മുറുക്കുമ്പോഴേ ആന പിന്നെ ഒരു തുള്ളലാണ് ആനയ്ക്ക് മല പോകാൻ വേണ്ടിക്ക്. ആനയ്ക്ക് എല്ലാ കാര്യപ്പറ്റി അറിയാം. അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ആന അമ്പലം ചെല്ലുക, അവിടെ നിന്ന് നേരെ ആന പൊക്കോളും. എല്ലാ കാര്യവും ആനയ്ക്ക് അറിയാം. പള്ളിവേട്ടയായാലും അറാട്ടായാലും ഒന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കൂടെ നിന്നുകൊണ്ടാൽ മതി. തുളസിയെണ്ണാണ് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഒതുക്കി തന്ന് എനിക്ക് കയ്യിൽ തന്ന തുളസിയെണ്ണാണ്. അണ്ണൻ എൻ്റെയൊക്കെ തന്നതുപോലെ നമ്മളതേപോലെ കൊണ്ടു കിടക്കുന്നു.